നമസ്കാരം, എൻ്റെ പേര് ജഷീല യാസിർ. ഞാൻ വയനാട് വൈത്തിരി സ്വദേശിയാണ്. ഞാനിന്ന് വയനാട് സ്പെഷ്യൽ ചേമ്പ് കറി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്ത് കാണിക്കുന്നത്. എന്നെ സഹായിക്കാൻ എൻ്റെ കൂടെ എൻ്റെ മകളും ഉണ്ട്. ഹലോ, എൻ്റെ പേര് ഐഷ ലതീത. ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്നു. ഇന്ന് എൻ്റെ ഉമ്മാൻ്റെ കൂടെ സഹായിക്കാൻ ഞാനുണ്ട്. അപ്പോൾ ചേമ്പ് കറിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ചേമ്പ് 3 എണ്ണം കഴുകി തൊലി കളഞ്ഞ് വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 3 പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി, ചെറിയ ജീരകം. ഈ ചേമ്പ് വേവിക്കാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിൻ്റെ ആവശ്യമുണ്ട്. ആ ഒരു മഞ്ഞൾപ്പൊടി കൂടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. താളിപ്പിന് ആവശ്യമായ ചുവന്ന മുളക്, കരിവേപ്പിൻ്റെ ഇല, അതേപോലെ തന്നെ കടുക്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട അരപ്പാണ്. അരപ്പിന് ആവശ്യമായ തേങ്ങയും ഇവിടെ ചിരവി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ കുക്ക് ചെയ്യുന്നത് നോക്കാം. എടുത്തു വെച്ച ചേമ്പ് കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് മുളക് മുറിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് അത് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കണം. നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ, ചെറിയ ജീരകം, ചെറിയുള്ളി എല്ലാം കൂടി നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് അരച്ചെടുക്കണം. നല്ലപോലെ പേസ്റ്റായ തേങ്ങ നമ്മൾ വെന്ത് വന്ന ചേമ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു തള വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യണം, കൂടുതൽ തിളയ്ക്കാതെ. അതുപോലെ ചെറിയ തള വന്നിട്ടുണ്ട്. തേങ്ങ ഏതാണ്ട് കൂടുതൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല. അതിന് നമുക്കൊരു മൺചട്ടി വേണം. മൺചട്ടിയിലാണ് എപ്പോഴും നമുക്ക് ഇങ്ങനത്തെ കറിയൊക്കെ വെക്കാൻ നല്ലത്. അപ്പോൾ മൺചട്ടിയിൽ നിന്നിലേക്ക് മാറ്റി കൊടുക്കുക. കുക്കറിൽ നിന്ന് മാറ്റി കൊടുത്തിട്ട് കടുകും, നേരത്തെ എടുത്ത് വെച്ച കടുകും ചുവന്നമുളകും കറിവേപ്പിൻ്റെയും വെളിച്ചെണ്ണയിൽ നല്ലപോലെ വറവിട്ടിട്ട് അതൊന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ചേമ്പ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചേമ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഒരു ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.